ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ബുൾഡോസർ രാജ കോൺഗ്രസ് ഭരണത്തിന് കീഴിലും ആവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് എ റഹീം എം പി രംഗത്ത്. തെലങ്കാനയിലെ വിനോബ നഗറിൽ പാവപ്പെട്ടവരുടെ വീടുകൾ തകർത്ത നടപടി ജനാധിപത്യ വിശ്വാസികളെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു റഹീമിന്റെ രൂക്ഷമായ പ്രതികരണം. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമത്തെ കാറ്റിൽ പറത്തി കെട്ടിടങ്ങൾ തകർക്കുന്ന അതേ കിരാതമായ ഭരണശൈലി ഇപ്പോൾ കോൺഗ്രസ് സർക്കാരുകളും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് റഹീം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ബുൾഡോസറുകൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വിനോബ ഭാവെ വിഭാവനം ചെയ്ത ഭൂദാന പ്രസ്ഥാനത്തിലൂടെ ലഭിച്ച ഭൂമിയിലാണ് ഈ വീടുകൾ പണിയുതിർത്തത്. ദരിദ്രർക്ക് അവകാശപ്പെട്ട ഈ മണ്ണിൽ നിന്ന് അവരെ ദാക്ഷിണ്യമില്ലാതെ ഇറക്കി വിടുന്നത് വിപ്ലവകരമായ ഒരു പോരാട്ടത്തിന്റെ സ്മരണകളെ തകർക്കലാണെന്ന് റഹീം പറഞ്ഞു. ഫെബ്രുവരി 25 പുലർച്ചെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് അധികൃതർ വിനോബ നഗറിൽ ഇരച്ചു കയറിയത്. ഉറങ്ങിക്കിടന്ന ആയിരക്കണക്കിന് മനുഷ്യരെ തെരുവിലിറക്കി വിട്ടുകൊണ്ടാണ് ബുൾഡോസറുകൾ വീടുകൾക്ക് മേൽ കയറി ഇറക്കിയത്. അത് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കോടതികളും കൃത്യമായ നിയമവ്യവസ്ഥയും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നീതി നടപ്പാക്കേണ്ടത് യന്ത്രങ്ങളല്ലെന്ന് റഹീം ചൂണ്ടിക്കാട്ടി. ഒരു കെട്ടിടം നിയമവിരുദ്ധമാണോ എന്ന് തീരുമാനിക്കാൻ ജുഡീഷ്യറി ഉണ്ട്. എന്നാൽ ഇവിടെ അധികാരം ഉപയോഗിച്ച് ഏകപക്ഷീയമായ തീരുമാനമാണ് നടപ്പാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു.